കല്യാണം ഏത് കൊല്ലായിരുന്നു നടന്നത്? കല്യാണം 85 ജാനുവരി 27. ദുബായിൽ വന്ന് തിരിച്ച ശേഷം ഞാൻ TVS ഞാൻ പറഞ്ഞല്ലോ ആ സമയത്താണ് കല്യാണം. അപ്പൊ ഈ ഒരു രാഷ്ട്രീയ ഫാമിലിക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം അമ്മയൊക്കെ ആയിട്ട് പരിചയം സാധാരണ നല്ലൊരു അതാണ്. ഹസ്ബൻഡ് ഇപ്പൊ പൊളിറ്റിക്സിൽ കിടക്കാൻ പോകുന്ന ഡിസിഷൻ വേണമെന്നോ വേണ്ടാന്നൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന്നും വലിയ താല്പര്യമൊന്നുമില്ല. അത് എന്തുകൊണ്ടാണ് താല്പര്യമില്ല? കാരണം ഫാമിലിയിൽ അതൊരു ഇതാകുമ്പോ പിന്നെ അങ്ങനെ കൂടുതൽ. രണ്ട് കുട്ടികള്, രണ്ടുപേരും. അവരെന്താ ചെയ്യണത് ഇപ്പൊ? ഒരാള് MBA ഫൈനൽ സെമസ്റ്റർ ആണ്, മറ്റേ ഡിഗ്രി ഫസ്റ്റ് ഇയർ. കുട്ടികളെ പഠിത്തത്തിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ ശ്രദ്ധിക്കാൻ സമയമൊന്നും കിട്ടാറില്ല. പിന്നെ അവർക്ക് മറ്റേ മൂത്താള് +2 കഴിഞ്ഞപ്പോൾ എവിടെയാ ചേരേണ്ടതെന്ന് ചോദിച്ചു. അതിന് താല്പര്യം അന്ന് BBM-നാന്ന് പറഞ്ഞു. MB ആണ് ഫൈനൽ എന്ന് പറയുമ്പോൾ BBM-ന് ചേർക്കാൻ പറഞ്ഞു. പക്ഷെ അന്ന് അവനെ കോളേജിൽ ചേർക്കാൻ പോയപ്പോഴൊക്കെ കൂടെ പോയിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റില്ല. അച്ഛന്റെ ഈ ഭക്ഷണ ചിട്ട ഭയങ്കരല്ലേ? ഞാൻ കണ്ടിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി സമയത്ത് ഒരിക്കൽ ഞാൻ ക്ലിഫ് ഹൗസ് പോയി കണ്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, വളരെ കുറച്ച് ഭക്ഷണം, കുറച്ച് വൈകുന്നേരത്തെ ഡിന്നറിനെ കാണാൻ ഞാൻ ചോദിച്ചു, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇത്ര ഭക്ഷണമേ ഉള്ളൂ ഞാൻ വിചാരിക്കും. താങ്കൾക്ക് അങ്ങനെ ഭക്ഷണത്തിലെ ചിട്ടകളൊക്കെ ഉണ്ടോ? ഭക്ഷണത്തിലെ ചിട്ടകൾ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. അച്ഛന്റെ പോലെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നോൺ വെജ് ഒക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അച്ഛന്റെ പോലെ അളന്ന് തൂക്കി കഴിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. പക്ഷെ 2-3 കാര്യങ്ങളുണ്ട്. ഈ കാലത്ത് റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, അത് അച്ഛന്റെ ശീലം ഉണ്ടല്ലോ. അച്ഛന് കാലത്ത് നടക്കലാണ്, ഞാൻ ജോഗിങ് ഉണ്ട്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഏത് സമയത്താണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതൊരു ദിനചര്യ പോലെയാക്കും. പല്ല് തേപ്പും കുളിയും പോലെ തന്നെ അതിന്റെ കൂടെ ഒരു ഐറ്റാക്കി ഇത് കണക്കും. അല്ലെങ്കിൽ എക്സ്ക്യൂസ് പറയേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. തിരക്ക് ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. അത് കാരണം ഈ മോർണിംഗ് എക്സസൈസ് ഒക്കെ മാറ്റി വെക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഞാൻ ഇലക്ഷൻ കാലത്ത് പോലും മുടക്കാറില്ല. രാത്രി ലേറ്റ് ആയിട്ട് വന്നാലും 12 മണിക്കാണെങ്കിലും ആ ഓട്ടവും കുളിയും ജപവും കഴിഞ്ഞിട്ട് കാലത്ത് നേരത്തെ പോണെങ്കിലും 2 മണി ഒക്കെ എണീറ്റ് ജോഗിങ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണം ഇഷ്ടമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഇവിടെ ഉള്ളപ്പോ അധികം മറ്റേ ഇഡ്ലി ദോശ ഇതൊക്കെ. പിന്നെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ തോന്നിയിട്ടുണ്ടെങ്കിലും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭേദമായിരുന്നു. തീർച്ചയായിട്ടും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയുടെ ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ വീട്ടിലൊക്കെ അതുണ്ടെങ്കിൽ ചിലപ്പോ അന്നത്തെ സിറ്റുവേഷൻ തന്നെ പലതും ഉണ്ടാവില്ല. അമ്മയാണ് വീട്ടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. വീട്ടിൽ വരുന്നവർക്ക് എല്ലാവർക്കും സ്വന്തക്കാരെ പോലെ ഭക്ഷണം കൊടുക്കാനും അവരെ ട്രീറ്റ് ചെയ്യാനും അതില് വലിപ്പ ചെറുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും സ്നേഹത്തോടു കൂടിയിട്ട് തന്നെ സ്വീകരിക്കാറ്. അതെ, സാധാരണ അമ്മയുള്ള സമയത്ത് ഓണം വിഷു എല്ലാവരും ഞങ്ങളൊക്കെ അവിടെ കൂടാറുണ്ട്. ഇപ്പൊ പിന്നെ അച്ഛനും അവിടെ അധികം, അച്ഛനും ചിലപ്പോ ഞങ്ങളുടെ ആരുടെങ്കിലും കൂടെ വരും. അങ്ങനെ അതുകൊണ്ടൊരു അമ്മയുള്ള പോലത്തെ ഒരു ഒത്തുചേരൽ ഇപ്പൊ ഉണ്ടാവാറില്ല. ടിവിയിൽ പറഞ്ഞു കേട്ടു ഇനി അച്ഛനായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, അങ്ങനെ പറഞ്ഞൊരു പശ്ചാത്താപം ഉണ്ടോ? അല്ല, അത് രാഷ്ട്രീയ രംഗത്തുള്ള ബന്ധങ്ങള്, ആ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ സ്വാഭാവികമായിട്ടും കുടുംബ ബന്ധങ്ങളെയും ബാധിക്കും. അത് ഞാൻ പറയാൻ കാരണം ഈ 2 തരത്തിലുള്ള ഇതുണ്ട് രാഷ്ട്രീയത്തിലെ വേർതിരിവ് എന്ന് പറയുന്നത്. ചിലപ്പോ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ഉണ്ട്. അതെന്ന് എങ്ങനെയാന്ന് വെച്ചാൽ കുടുംബത്തിൽ ഏത് സർക്കാർ വന്നാലും കാര്യം നടത്താൻ വേണ്ടി അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അച്ഛൻ മക്കളോട് വരെ നീ ഇന്ന പാർട്ടിയിൽ നിന്നോ ഞാൻ ഇന്ന പാർട്ടിയിൽ നിന്നോ, അത് അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ്. പക്ഷേ ആശയപരമായിട്ടുള്ള ഭിന്നിപ്പ് ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയത്തിലെ ആശയപരമായിട്ടുള്ള ഭിന്നിപ്പുകൾ, അത് സ്വാഭാവികമായിട്ടും കുടുംബ ബന്ധങ്ങളെ ബാധിക്കും. അത് ഇന്നത്തെ ഒരു പുതിയ പ്രവണതയൊന്നുമല്ല. ഇപ്പൊ മുമ്പ് C. കേശവൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ K. ബാലകൃഷ്ണൻ, അദ്ദേഹത്തിന് 2 പാർട്ടിയായിരുന്നു. ബാലകൃഷ്ണൻ RSP. അന്ന് ബാലകൃഷ്ണനെ C. കേശവൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ജയിലിൽ വരെ അടച്ചിട്ടുണ്ട്. അന്ന് C. കേശവൻ പറഞ്ഞു മകനും അച്ഛനുമായിട്ടുള്ള ബന്ധമല്ല, ഇത് രാഷ്ട്രീയമാണ്, ഗൗരിയമ്മയും TV തോമസുമായിട്ടുള്ള ബന്ധം. അപ്പൊ രാഷ്ട്രീയത്തിൽ അതൊക്കെ ആശയപരമായിട്ടുള്ള ഭിന്നിപ്പുകളായിരുന്നു കേട്ടത്. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഞാൻ പറയാം, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ ഈ ബന്ധങ്ങൾ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ അദ്ദേഹം ഇപ്പൊ കോഴിക്കോട് വരികയാണ്, ഇവിടെ അദ്ദേഹം വരുമ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ പാർട്ടി പ്രവർത്തകരോട് പറയാം, അങ്ങനെ അച്ഛൻ വരുന്നുണ്ട്, അതുകൊണ്ട് 2 ദിവസത്തേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാം. പക്ഷെ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ വരുമ്പോ അവർക്ക് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇവിടെ ഒന്ന് അദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടുന്ന് മാറിയിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തില് ഈ ബന്ധം മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ വളരെ റിസ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബന്ധങ്ങൾ ഇപ്പൊ തൽക്കാലം രാഷ്ട്രീയത്തിലെ ആശയപരമായിട്ടുള്ള ഭിന്നിപ്പ് കുടുംബങ്ങളെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ ബന്ധത്തിന് തൽക്കാലം വിലക്കേർപ്പെടുത്തിയത്. അത് ഞങ്ങളുടെ 2 പേരുടെയും ഫീൽഡിന് അത് ആവശ്യമാണ്. ജ്യോതിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും മുത്തശ്ശനും ഫാദറിലും അല്ലേ, അതൊക്കെ അവർക്ക് കാണാൻ പോകുന്ന തടസ്സമൊന്നുമില്ല. അവർക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ പ്രവർത്തിക്കുന്ന ഫീൽഡും അച്ഛൻ പ്രവർത്തിക്കുന്ന ഫീൽഡും ഇന്ന് തികച്ചും വ്യത്യസ്തം. സിസ്റ്റർ അതിന് ആദ്യം പൊളിറ്റിക്സിൽ ഇറങ്ങിയപ്പോ അതിന് തങ്ങൾക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ കഴിവുള്ളവർക്ക് ആർക്കാണെങ്കിലും രാഷ്ട്രീയത്തിൽ വന്നാൽ
പിടിച്ചു നിൽക്കാൻ കഴിയും. ഇപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും ഇപ്പോ കെ കരുണാകരന്റെ മകൻ എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് തന്നെയായിരുന്നു. പക്ഷെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ നോക്കുക എന്താ, ഇയാൾ ജയിച്ചു കഴിഞ്ഞ് ഒക്കെ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഉള്ള അതുകൂടെ നോക്കിയിട്ടേ വോട്ട് ചെയ്യുള്ളൂ. സ്വാഭാവികമായിട്ടും ഈയുടെ ഒരു വീട്ടിൽ നിന്ന് 2 പേര് വരുമ്പോൾ ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ ആദ്യമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം അച്ഛനും മകനും കൂടെ രാഷ്ട്രീയത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു ക്രിറ്റിസിസം ഒക്കെ നേരിട്ടുണ്ട്. പിന്നീട് ഞാൻ എന്റെ പ്രവർത്തനത്തിലൂടെയാണ് കഴിവുള്ള ആളാണെന്ന് തെളിയിച്ചപ്പോഴാണ് എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങിയത്. പക്ഷെ വീണ്ടും ഒരാൾ കൂടെ വരുമ്പോൾ ഇത് മുഴുവൻ ഒരു കുടുംബത്തിന് റിസർവ് ചെയ്താന്ന് പറഞ്ഞാൽ അത് ക്രിറ്റിസിസം ഉണ്ടാകും, അത് വരുന്നവർക്കും ഗുണകരമാകില്ല എന്ന് ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു. അവസാനം അതാണ് സംഭവിച്ചത്. ആൾക്കാർ പറയാറുണ്ട് അച്ഛനുമായിട്ടുള്ള ഇങ്ങനെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നയങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. ഞാനിവിടെ പാർട്ടിയുടെ പ്രസിഡന്റ്. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അച്ഛൻ പോയ സമയത്ത് പോയ രീതി തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. അങ്ങനെ വരുമ്പോ ക്രിട്ടിസൈസ് ചെയ്യേണ്ടി വരും. അതല്ലാതെ അത് വ്യക്തിപരമായിട്ടുള്ള ക്രിട്ടിസൈസ് അല്ല. എന്തെങ്കിലും അച്ഛന് ആവശ്യമുള്ളപ്പോ അതിന് മകനായിട്ട് സാറിനല്ലോ. അല്ല, അതിപ്പോ എന്തായാലും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യമുള്ള സന്ദർഭം. പക്ഷെ രാഷ്ട്രീയമാണ്. ഈ എറണാകുളത്തുണ്ടായ അക്രമം അത് NCP ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. NCPയുടെ പേരിൽ അങ്ങനത്തെ ഒരു യോഗം നടത്താൻ പാടില്ല എന്ന് ഞങ്ങളുടെ കുറെ പ്രവർത്തകരും നേതാക്കന്മാരും പറഞ്ഞു. അതിനെ തുടർന്നൊരു സംഘർഷം ഉണ്ടായതാണ്. അത് പിന്നെ എറണാകുളം പൊളിറ്റിക്സ് എപ്പോൾ പരിശോധിക്കപ്പെടും, ഈ പാർട്ടിയിൽ ആശയപരമായിട്ടുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാവുമ്പോൾ അത് പലപ്പോഴും കയ്യാങ്കളിയിലേക്ക് പോയിട്ടുണ്ട്. അത് പുതിയ അനുഭവമൊന്നുമില്ല, അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഉണ്ടായത്. അച്ഛൻ തിരിച്ചു പോവാൻ കോൺഗ്രസിൽ തിരിച്ചു പോകാൻ തീരുമാനിച്ചപ്പോ എന്തിനാ വളരെയധികം എതിർത്തത്? എന്തെങ്കിലും ഒരു അതായത് 1.5 വർഷത്തിന് മുമ്പ് NCPയിൽ ചേർന്നതിന് ശേഷം, അങ്ങനെയാണെങ്കിൽ 1.5 കൊല്ലം മുമ്പ് ചേരേണ്ട ആവശ്യമില്ല. ഞങ്ങളൊക്കെ NCPയിൽ ചേർന്നപ്പോ NCPനെ LDF എന്ന് പുറത്താക്കി. അപ്പൊ അവരെ വഴിയാധാരാക്കി പോവാന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള നെറികേടായിട്ട് ജനം കണക്കാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല. അത് ഇപ്പോഴും അദ്ദേഹം അവിടെ സേഫാന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിനുള്ള പഴയ മനോഭാവം ഒക്കെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഇന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരിക്കലും സുരക്ഷിതമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തെങ്കിലും തിക്താനുഭവം നിങ്ങൾക്ക് ശരത് പവാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? അദ്ദേഹം വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ശ്രീ കെ കരുണാകരൻ അച്ഛൻ കോൺഗ്രസിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം പോലും ശരത് പവാറുമായിട്ടുള്ള ചർച്ച നടത്തി ഞങ്ങൾ പിരിഞ്ഞാൽ എന്താ 24 hours കൊണ്ട് എന്ത് ലോകത്തിൽ മാറ്റം ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തികച്ചും ജനങ്ങളുടെ ഇതായിട്ടുള്ള ഒരു കാര്യങ്ങൾ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നോക്കണം. അത് നോക്കാൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല.